വർക്കല ട്രെയിൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി ശ്രീകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു. ചികിത്സയ്ക്കായി വരുന്ന ചെലവ് ശ്രീകുട്ടിയുടെ കുടുംബത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രതീക്ഷകൾ 24 മോർണിംഗ് ഷോയിൽ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുമായി ശ്രീകുട്ടി പങ്കുവച്ചു. അസാമാന്യമായ മനക്കരുത്തിലൂടെ മരണത്തിന്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ പെൺകുട്ടിയാണ് ശ്രീകുട്ടി. ഓർമ്മകൾക്ക് നേർത്ത മങ്ങലുണ്ടെങ്കിലും ശ്രീകുട്ടിയുടെ ജീവിതത്തോടുള്ള പ്രതീക്ഷയ്ക്ക് തെളിച്ചം തന്നെ. എന്റെ വലത്തേക്കായി പൊക്കും പോലെ ഇടത്തേക്കായി പൊക്കണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണ്. എല്ലാരും നടക്കണ കാണുമ്പോഴേ എനിക്ക് അതുപോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹമാണ്. ശ്രീകുട്ടിക്ക് പിന്തുണയും കരുത്തുമായി 24 ഒപ്പമുണ്ടെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. സുമനസുകൾ ശ്രീകുട്ടിയെ സഹായിക്കണമെന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. 24 ഡയറക്ടർ സതീഷ് ജി പിള്ളയും ശ്രീകുട്ടിക്ക് സഹായം വാഗ്ദാനം ചെയ്തു. ശ്രീകുട്ടിയുടെ ചികിത്സയ്ക്കൊക്കെ കുറച്ചധികം പണം ആവശ്യമുണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശ്രീകുട്ടിയെ സഹായിക്കാനായിട്ട് നമ്മുടെ തന്നെ 24ന്റെ ഒരു ഡയറക്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം ഖത്തറിലാണ്, സതീഷ് ജി പിള്ള എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ പത്നിയും ശ്രീകുട്ടിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ശ്രീകുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കും. കാരണം വരുന്ന ഇനി തുടർ ചികിത്സയ്ക്കൊക്കെ തന്നെ അവർ നൽകുന്ന കുറച്ച് പണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സന്തോഷമുണ്ട്, വളരെ താങ്ക്സ്. 2025 നവംബറിലാണ് കേരള എക്സ്പ്രസിൽ യാത്ര ചെയ്യവേ ലഹരിക്കടിമയായ സുരേഷ് എന്നയാൾ ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ. ഇപ്പോൾ മലപ്പുറത്തെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. റെയിൽവേ നൽകിയ സഹായം മാറ്റി നിർത്തിയാൽ അപകടത്തെ തുടർന്ന് മറ്റ് സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന പരാതി ശ്രീകുട്ടിയുടെ കുടുംബത്തിനുണ്ട്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.